നമസ്കാരം. ഞാൻ എറണാകുളം ടൗൺ ഹാളിലാണുള്ളത്. 1500-ലേറെ പേർക്ക് സഹായോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു മെഗാ ഇവന്റാണ് ഇവിടെ എറണാകുളം ടൗൺ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഇന്ത്യയുടെ സന്നദ്ധ സേവന ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു സംഭവമാണിത്. കാരണം 1500-ലേറെ പേർക്കാണ് ഇവിടെ വിവിധ സഹായോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഈ പരിപാടികൾക്ക് നിരവധി സംഘടനകളും നിരവധി സാമൂഹ്യ നേതാക്കളും നേതൃത്വം നൽകുന്നുണ്ട്. ഇത്തരം പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ എഫ്.എം. ലാസറാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്തേ, ഞാൻ ഡോക്ടർ എഫ്.എം. ലാസർ, ഇൻഡാക്കിൻ്റെ നാഷണൽ പ്രസിഡന്റും ഡിസബിലിറ്റി മിഷൻ കേരളയുടെ ചെയർമാനുമാണ്. സദ്വാർത്ത 26 എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ഒരു വലിയ മെഗാ പ്രോജക്റ്റാണ്. 1500-ലധികം പേർക്ക് സൗജന്യമായി സഹായോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു മഹാപദ്ധതി കൂടിയാണ്. ഇത് ജീവകാരുണ്യത്തിൻ്റെ പല മേഖലകൾ സ്പർശിക്കുന്നതാണ്. കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, വീൽ ചെയർ ആവശ്യമുള്ളവർ, ട്രൈസൈക്കിൾ ആവശ്യമുള്ളവർ, വാക്കിംഗ് സ്റ്റിക്ക്, വാക്കർ, വൈറ്റ് കെയിൻ, പിന്നെ ബ്ലഡ് ചെക്കപ്പ്, അതുപോലെ തന്നെ കണ്ണട, അങ്ങനെയുള്ള സൗകര്യങ്ങൾ വാരി വിതറുന്ന ഒരു മഹാമേള കൂടിയാണിത്. ഒരുപക്ഷെ ഇത് അംഗപരിമിതരുടെ മഹാമേളയായിരിക്കും. ഇന്ത്യയിൽ ഇത്രയും അംഗപരിമിതരും കുടുംബങ്ങളും ഒരുമിച്ച് ചേർന്ന ഒരു പുണ്യപ്രവൃത്തിയാണിത്. ഇതിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടിക്ക് പ്രസക്തി ഉണ്ടായി എന്ന് ചോദിച്ചാൽ, അംഗപരിമിതരുടെ ജീവിതവും അവരുടെ ദുരിതങ്ങളുമാണ് ഞങ്ങളെ പ്രചോദിപ്പിച്ചത്. ഡിസബിലിറ്റി മിഷൻ സംസാരിക്കുന്നത് തന്നെ ഡിസെബിലിറ്റി. ദിസ് ഈസ് ആൻ എബിലിറ്റി. യു ഹാവ് ടു സീ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, യു ഹാവ് ടു സപ്പോർട്ട്. അതാണ് ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്. വെരിഫൈഡ് കസ്റ്റമർ എന്നുള്ള നിലയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, അവർ അംഗപരിമിതരായിരിക്കണം, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവരായിരിക്കണം, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ 2 or 3 കോപ്പികളും ശേഖരിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആ വാക്കുപയോഗിച്ചത് വെരിഫൈഡ് ബെനഫിഷ്യറീസ്, അവർക്ക് വേണ്ടിയാണിത് ചെയ്യുന്നത്. ഈ അംഗപരിമിത രംഗത്ത് നിരവധി സംഘടനകളും പ്രസ്ഥാനങ്ങളും ഗവൺമെൻറ്റും കമ്പനികളും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരിൽ 400 പേർക്കാണ്. ഇന്നിതാ ഇവിടെ ഒരു ചരിത്രം പുനർജനിക്കുന്നു. ഈ 4 ദിവസം കൊണ്ട് ഇവിടെ എറണാകുളം ടൗൺ ഹാളിൽ ഈ ചരിത്രം രൂപപ്പെടുകയാണ്. ഒരുപക്ഷെ ദേശീയ അവാർഡ് എന്തെങ്കിലുമൊക്കെ വരാം എന്നുള്ള രീതിയിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അവർ അത് തരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വാൾഷാൾ എബിലിറ്റീസും ഡിസബിലിറ്റി മിഷൻ കേരളയും ഉണ്ടാക്കും ചേർന്നുകൊണ്ട് ഒരു എക്സ്പോ നടത്തി. നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. അതൊരു വല്ലാത്ത പ്രചോദനമായിരുന്നു. അവിടെ ആളുകളുടെ സ്കില്ല് കണ്ട് ഞങ്ങൾ അന്തം വിട്ടുപോയി. അപ്പോഴാണ് ഞങ്ങൾക്ക് കുറവുകളും മനസ്സിലായത്. അതോടുകൂടി ഈ ഒരു മുന്നേറ്റത്തിന് വന്നു. പക്ഷേ ഇത് കോടികളുടെ തുക ചെലവഴിക്കുന്ന ഒരിതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 20 തരത്തിലുള്ള ഉപകരണങ്ങൾ തരാൻ സന്നദ്ധമായി നിൽക്കുന്നതും BMVSS ജയ്പൂർ ഫുഡാണ്. എറണാകുളത്ത് റോട്ടറി മിഡ് ടൗൺ, കൊച്ചിൻ മിഡ് ടൗൺ അതിന് തയ്യാറായി. അപ്പോൾ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവരെ ആ പ്രോജക്റ്റ് ഏൽപ്പിച്ചു. അവരുടെ കൂടെ സഹായത്തോടു കൂടിയാണിത് ഈ പരിപാടി നടക്കുന്നത്. ഇതിൻ്റെ പിന്നെ ഞങ്ങളുടെ സംഘടനാപരമായ ചിലവുകൾ ഞങ്ങൾ തന്നെ കണ്ടെത്തണം. മറ്റു ആരിൽ നിന്നും അങ്ങനെ പ്രോജക്റ്റ് ഉണ്ടാവില്ല. ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് എന്ന് പറയാം. പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യും, പിന്നെ പബ്ലിക് ഫണ്ടിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം, പ്രോഗ്രാം അവതരിപ്പിക്കും. ജനങ്ങളോട് നമ്മുടെ പ്രോഗ്രാം ഇന്നതാണ്, ഞങ്ങളെ സഹായിക്കണം. ഇതാണ് ഞങ്ങളുടെ ഫണ്ടിങ് സോഴ്സായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഇതുപോലെ സ്പോൺസർഷിപ്പിലും സഹായിക്കാൻ പറ്റുന്ന മറ്റ് സംഘടനകളുണ്ടെങ്കിലും ചെയ്യും. ഇനി വരാൻ പോകുന്ന പരിപാടികളും അങ്ങനെ തന്നെയുള്ളതാണ്. ഇൻ്റർനാഷണൽ കോൺഫറൻസ് വരാൻ പോകുന്നു, അതുപോലെ 2ാം ഭാരത പര്യടനം വരാൻ പോകുന്നു, അതുപോലെ ഈ ശ്രീ രവിശങ്കറിൻ്റെ 2ാം സന്ദർശനം വരാൻ പോകുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, രാജൻ കൈപ്പള്ളി സാർ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞൊരു വാക്യം ഇതാണ്: ഇന്ത്യയിൽ ആരും കാലും കൈയും ഇല്ലാത്ത ആളുകൾ ഉണ്ടാകാൻ പാടില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഈ പറയുന്ന തരത്തിൽ ഇത് സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക് സ്പർശിച്ചത്. അപ്പം ഞാൻ എൻ്റെ ടീമുമായിട്ട് ചർച്ച ചെയ്തു. ഇതിന് ധാരാളം മുന്നൊരുക്കങ്ങൾ ആവശ്യമായി വന്നിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ ശക്തമായൊരു പ്ലാനിങ് ആണ്. കാരണം ഒരുപാട് ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ആശയമുണ്ട്. ഉദാഹരണം, രാജാജിയാണ് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പോയിൽ രാജാജിയോട് ഞങ്ങൾ പറഞ്ഞു, സാർ ഞങ്ങൾ കുറേ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്,
അപ്പം നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ജയ്പൂർ ഫുഡുമായി സഹകരിച്ച് ചെയ്തുകൂടാ എന്നുള്ളത് രാജാജിയുടെ അഭിപ്രായമായിരുന്നു. അപ്പം നമ്മളത് സ്വീകരിച്ചു. ഞങ്ങൾ 8 അംഗ സംഘം ഒരാഴ്ചത്തെ വിസിറ്റിന് വേണ്ടി ജയ്പൂർ പോയിരുന്നു. അവിടെ നിന്ന് ആണ് ഈ ഐഡിയ കിട്ടുന്നത്. അപ്പോൾ കുറച്ചൊരു ഇത് കിട്ടി. അവിടുത്തെ ഫാക്ടറി മുഴുവൻ അവിടുത്തെ മേത്താജി, ഡോക്ടർ DR മേത്താജി, സെബിയുടെ മുൻ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹം ഞങ്ങളെ കൊണ്ടു നടന്ന് എല്ലാം കാണിച്ച് തന്നപ്പോൾ അതൊരു വലിയ പ്രചോദനമായിരുന്നു. അതോടുകൂടി ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ആ 8 അംഗ ടീം തിരിച്ചു വന്നത്. ഈ അംഗപരിമിതരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നതല്ല. ഇപ്പോൾ ഒരു പരിമിതൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു 4-5 പേര് വരുന്നതിനുള്ള പ്രയത്നമുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അവരുടെ യാത്ര, അവർ വീൽ ചെയർ, ഇപ്പം ഞാൻ തന്നെ വീൽ ചെയറിൽ പോകുമ്പോൾ എനിക്ക് കുറച്ചല്ലേ ഉരുട്ടാൻ പറ്റൂ. ഇപ്പോൾ വേറെ മറ്റൊരാൾ പുറകെ നിന്ന് ഉരുട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അങ്ങനെ ഒരു സിസ്റ്റത്തെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് നമുക്കൊരു മുന്നറിവില്ല. എനിക്ക് സന്തോഷം തോന്നിയത് റോട്ടറിയുടെ പ്രഗത്ഭരായ ആളുകൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മുൻപരിചയമില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞങ്ങൾക്കും മുൻപരിചയമില്ല. നമ്മൾ ചെയ്തു വന്ന കുറേ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു വലിയ ജീവകാരുണ്യ മഹാദാന പരിപാടി നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതാണ് നമ്മളവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അന്താരാഷ്ട്ര ലെവലിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഏകതാ പരിഷത്ത്, അദ്ദേഹത്തെ നമ്മുടെ ഒരു മെൻറ്ററായിട്ടാണ് സാർ രാജാജി എന്നാണ് ലോകം അറിയപ്പെടുന്നത്. അത് ഏകതാ പരിഷത്ത് ഇൻ്റർനാഷണലിൻ്റെ ചെയർപേഴ്സണാണ്. നമ്മളൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. പക്ഷെ അവിടെ നമ്മൾ നിർത്തുന്നില്ല. നമ്മളുടെ യാത്ര തുടരുകയാണ്. വീണ്ടും അടുത്ത പുതിയ പരിപാടികൾ വരാൻ പോകുകയാണ്. ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ന്യൂഡൽഹിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ജയ്പൂർ ഇപ്പം നടക്കുന്ന പരിപാടിയുടെ തുടർച്ചയായി ലക്ഷദ്വീപിൽ കുറച്ച് ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ അവിടുത്തെ സംഘടനകളെ സഹകരിപ്പിച്ചുകൊണ്ട് അത് നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ പരിപാടികളുടെ പുറകെ പരിപാടികളുമായിട്ട് ഈ ജനവിഭാഗത്തിൻ്റെ സമഗ്രമായ അവകാശ സാമൂഹിക പദവി പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള ഒരു തുടർ പ്രയാണത്തിലാണ് ഡിസബിലിറ്റി മിഷൻ കേരളയും ഉണ്ടാകുന്നത്. നമസ്തേ.